അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. റമളാൻ മുബാറക്ക്. പരിശുദ്ധമായ റമളാനാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ റമളാനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന പണ്ഡിതൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദി, ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ്, ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് പോയി കേരളത്തിൽ നിന്ന് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോ അവര് കൊടുത്ത ഓരോ അപേക്ഷകളും അവരുടെ അവസ്ഥകളും രാജ്യം നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. അതില് ഇന്ന കാര്യങ്ങള് കൃത്യമായിട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട്. കേരള ജനങ്ങളുടെ ആവശ്യങ്ങളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് സമർപ്പിച്ചത്. അനുഭാവപൂർവമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതില് ന്യൂനപക്ഷങ്ങള്, പീഡിത വിഭാഗം, എല്ലാ വിഭാഗ ആളുകളും അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കണം, സമുദായത്തെ മോചിപ്പിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അത് ഇല്ലായ്മ ചെയ്യണം, പൂർണ്ണമായ സുരക്ഷിതത്വം നൽകണം, അവകാശങ്ങൾ ധ്വംസിക്കപ്പെടരുത് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെ കുറിച്ചും കൃത്യമായി അവിടെ അവതരിപ്പിക്കുകയാണ്. അത് കൃത്യമായി അദ്ദേഹം കേട്ടിട്ട് അവരുടെ ഔദാര്യമല്ല, ഇന്ത്യ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന നിയമസംഹിതകളെ വെട്ടിമാറ്റാതെ നമ്മുടെ അവകാശങ്ങളെ കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള അപേക്ഷയാണ് സമർപ്പിച്ചത്. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഒരു ചാനലിൽ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. ആ ചാനലില് കാന്തപുരം ഉസ്താദിനോട് ഓരോ വിഷയങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം, പാകിസ്ഥാന്റെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. പാകിസ്ഥാന്റെയും അതുപോലെ മറ്റു രാജ്യങ്ങളെ എനിക്കറിയണ്ട, ബംഗ്ലാദേശിന്റെ കാര്യം എനിക്കറിയില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങള് സുരക്ഷിതരാണ്. അത് തെറ്റാണോ പറഞ്ഞത്? ശരിയല്ലേ? ഈ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത് ആരാ പറയുന്നത്? നേരത്തെ പ്രധാനമന്ത്രിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇന്ന വിഷയങ്ങളിൽ ഞങ്ങളെ ക്രൂശിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആള് പിന്നെ ഇവിടെ വന്നിട്ട് എതിര് പറയോ? അതൊരിക്കലും എതിരല്ല. അതെന്താ, നമുക്ക് ബുദ്ധിയില്ലേ? ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അപാകത കിട്ടുമോ എന്ന് കാത്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടിയ ഒരവസരം. അത് ഇതിനു മുന്നും പലതും ഉണ്ടായിട്ടുണ്ട്. AP ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങള്, അതായത് ഭരണഘടന നൽകുന്നത് എല്ലാവർക്കും നല്ല തുല്യ അവകാശമാണ്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷം എല്ലാവർക്കും അതിനെല്ലാ അവകാശങ്ങളും അവിടെ നിയമത്തിലുണ്ട്. ഈ ഒരു നിയമം നൽകുന്ന രീതി ലോകത്ത് എവിടെയില്ല. ആ അർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. പിന്നെ ഭരണകർത്താക്കൾ ചെയ്യുന്ന ചെയ്തികൾ പാടില്ല എന്ന് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ചെയ്തികൾക്കെതിരെ കാന്തപുരം ഉസ്താദിന്റെ പല പ്രസ്താവനകളും സമൂഹത്തിലില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഏത് വിഷയത്തിലാണ് അദ്ദേഹം ഇടപെടാതിരുന്നത്? എന്തിനാ അദ്ദേഹത്തെ ചാരനായിട്ട് പറയുന്നത്? ഇപ്പം പറയുന്ന ED വരുന്നുള്ള, നിങ്ങൾക്ക് മർക്കസിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ സംവിധാനത്തെ കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ്. അത് വ്യക്തമായി ഒന്ന് പഠിച്ചാൽ മാത്രം തീരും. ഓരോ വർഷത്തിലും കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്. വെറുതെ എന്തിനാണ് ഇങ്ങനെ ആരോപണം പറയുന്നത്? ഒരു മനുഷ്യനോടുള്ള വിരോധം, ഒരു പ്രസ്ഥാനത്തോടുള്ള വിരോധം വ്യക്തിയെ അധിക്ഷേപിച്ച് തീർക്കല. ഒരു നേതാവിനെ തകർത്താൽ എല്ലാം തകർക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ്. ഇതിനു മുന്നേ പറഞ്ഞു ഗുജറാത്ത് കലാപം അറിയില്ല. AP ഉസ്താദ് അങ്ങനെ പറഞ്ഞു? ഗുജറാത്ത് കലാപം അറിയില്ല എന്നല്ല പറഞ്ഞത്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ച് സമൂഹത്തിലേക്ക് ഇട്ടിട്ട് ജനങ്ങൾക്കിടയിൽ സ്പർദ്ധതയും വിദ്വേഷവും ഉണ്ടാക്കാതെ അത് കഴിഞ്ഞു കടന്ന കാര്യമാണ്, തൽക്കാലം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനാണ് ഗുജറാത്ത് കലാപം അറിയില്ല എന്ന് പറഞ്ഞത്. വേറെ ഒരു പെണ്ണ് ഒരു യോഗത്തില് AP ഉസ്താദിനെ വിളിക്കുകയാണ്. സ്ത്രീ സംബന്ധമായ എന്തോ ഒരു വിഷയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയൂ. അത് നേരെ മറിച്ചിട്ട് എന്താക്കി, സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമേ സ്ത്രീകളുള്ളൂ, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ പറ്റൂ എന്ന തരത്തിലേക്ക് മാറ്റിമറിച്ച് ഒരൊറ്റ വർത്താനം കൊണ്ട്
നേരെ തിരിച്ചിട്ട് അദ്ദേഹത്തെ എതിർക്കുകയാണ്. പറയുന്നതൊന്ന്, പ്രചരിപ്പിക്കുന്നത് വേറെയൊന്ന്, ജനങ്ങളിലേക്ക് എത്തുന്നത് വേറെയൊന്ന്. എന്തിനാണ് ഇങ്ങനെ? ഇതൊന്നും മറ്റുള്ളവർ ചെയ്യുന്നതല്ല, നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇത്രയും വിദ്വേഷം എന്തിനാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യം? അദ്ദേഹം ചെയ്ത നന്മയെക്കുറിച്ച് ഇതുവരെ ആരും എന്താ പറയാത്തത്? ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പം വെറും ചാനലിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടാളെല്ലാം ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറയാണ്. പ്രായമായ മനുഷ്യനയാളോട് പോയിട്ട് പൊരുത്തപ്പെടിക്കാൻ കഴിയോ സുഹൃത്തുക്കളെ? നല്ലത് പറയുന്നില്ലെങ്കിൽ മിണ്ടാണ്ടുന്നൂടെ? അദ്ദേഹം എന്തായാലും ഈ രാജ്യത്തിന് എതിരായിട്ട് മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് ഒരു നിലക്കും വിദ്വേഷം ഉണ്ടാകുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കൂല. അതിൽ യാതൊരു സംശയമില്ല. മാനവികതയെ ഉണർത്താനും മനുഷ്യരോടൊപ്പം നിൽക്കാനും ഇന്ന് കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ എടുത്തു പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുഫ്തി പട്ടം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒഴിവാക്കിയേ. അംഗീകരിക്കുന്ന ആൾ അംഗീകരിച്ചോട്ട്. എനിക്ക് പേരിട്ട് നൗഷാദ് എന്നാണ്. എല്ലാവരും ഓണിക്ക് എന്തിനാ നൗഷാദ് എന്ന് പേരിട്ടേന്ന് എന്റെ കുടുംബക്കാരോടൊന്ന് നിങ്ങളെന്തിനാ ചോദിക്കേണ്ട ആവശ്യം? എന്റെ കുടുംബക്കാർ നൗഷാദിനെ വിളിക്കൂ, ഇനി എന്നെ ഇഷ്ടമുള്ള ആളും നൗഷാദിനെ വിളിക്കൂ. ഇതിന്റെ താഴെ വന്നിട്ട് വേർഡ് കമന്റ് ഇടുന്ന ആളുകളെ ഒഴിവാക്കുന്ന അല്ലാണ്ട് ചേർത്ത് നിർത്തൂല കേട്ടാ. നല്ല അഭിപ്രായങ്ങൾ, നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, കൃത്യമായ രേഖകൾ പറഞ്ഞാൽ പഠിക്കാനുള്ളതാണ് പഠിക്കും. അല്ലാതെ വിമർശിച്ചിട്ട് വേണ്ടാത്ത, വായിൽ പറയാൻ പറ്റാത്ത, പ്രത്യേകിച്ച് റമദാൻ മാസം പറയാൻ പറ്റാത്ത ചില വാക്കുകൾ ചില ആളുകൾ, അവർക്ക് ആകെ 5 or 6 ഫ്രണ്ടേ ഉള്ളൂ. ആ ഫ്രണ്ട് അത് നോക്കിയാൽ അറിയാം, അവരന്നേരം തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കി കളയും. എന്റെതല്ല വിഷയം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നന്മയെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ കൃപാ കടാക്ഷം നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആക്ഷേപങ്ങളിൽ മനം മടുത്ത് ഇട്ടെറിഞ്ഞു പോയിരുന്നുവെങ്കിൽ, ആക്രമണങ്ങളിൽ ഭയന്ന് പിന്മാറിയിരുന്നുവെങ്കിൽ, ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടിടിച്ചു വീണിരുന്നുവെങ്കിൽ, ട്രോളുകൾ കണ്ട് വേദനിച്ചിരുന്നുവെങ്കിൽ, പരിഹാസങ്ങളുടെ കൂരമ്പുകളേറ്റ് ഉള്ളകം ഉലഞ്ഞു പോയിരുന്നുവെങ്കിൽ, പർവ്വത സമാനമായ ഹിമ്മത്ത് കൊണ്ട് ഒരു ധർമ്മസംഘത്തിന് ചിറക് വിരിച്ച് തണലേകിയില്ലായിരുന്നുവെങ്കിൽ, ആരോരുമില്ലാത്ത അനാഥകളുടെ കൈപിടിച്ച് കൂടെ നടന്നില്ലായിരുന്നുവെങ്കിൽ, പരിഹാസത്തിനും കൂക്കുവിളികൾക്കും പകരം ചോദിക്കാൻ പിന്നാലെ പോയിരുന്നുവെങ്കിൽ കാന്തപുരമല്ലാതാകുമായിരുന്നു. മർക്കസ് നിന്നിടത്ത് ഇന്ന് തെങ്ങിൻ തോപ്പുകൾ പച്ചപിടിച്ച് നിൽക്കുമായിരുന്നു. അനാഥത്വത്തിന്റെ വെയിലേറ്റ് ആയിരങ്ങൾ വാടുമായിരുന്നു. ആശയറ്റ വിധവകളുടെ കണ്ണുനീർ ഇന്നും ചാലിട്ടൊഴുകുമായിരുന്നു. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലാകുമായിരുന്നു. അനേകം പെൺകുട്ടികൾ മണവാളനെ സ്വപ്നം കണ്ട് ദാരിദ്ര്യത്തിന്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിപ്പ് തുടരുമായിരുന്നു. അബുൽ ഐത്താമിനെ കാത്ത് അനാഥത്വത്തിന്റെ ഉമ്മറപ്പടിയിൽ പ്രതീക്ഷകളോടെ കണ്ണും നട്ടിരുന്ന ആയിരക്കണക്കിന് ഉമ്മമാരുടെ കണ്ണുനീർ ഇന്നും തോരാതെ പെയ്യുമായിരുന്നു. കാറിലും ബൈക്കിലും പോകാൻ പാടില്ലാതിരുന്ന ഉസ്താദുമാർ നിലയും വിലയുമില്ലാത്ത മൂല്യന്മാരായി പള്ളിമൂലകളിൽ ഒതുങ്ങുമായിരുന്നു. ചരിത്രത്തിൽ കാന്തപുരത്ത് എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം കേരള മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ നാമ്പുകൾ തലപൊക്കിക്കൊണ്ടേയിരിക്കും. 2500-ലധികം പള്ളികൾ, 1000-ലധികം മതസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഹോം കെയറുകൾ, വനിതാ ശാക്തീകരണ കോളേജുകൾ, ആയിരക്കണക്കിന് സാന്ത്വന കേന്ദ്രങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ സാംസ്കാരിക വിപ്ലവം സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അസഹിഷ്ണുതയോട് കാലം ഒരിക്കൽ നിങ്ങളോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ചരിത്രം എക്കാലത്തും മനോഹരമായ ചില പകരം വീട്ടലുകളുടെ കൂടി വർത്തമാനങ്ങളാണ്. കാന്തപുരം എന്ന കോഴിക്കോട്ടെ ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു മുസ്ലിയാർ ലോകരാഷ്ട്രത്തലവന്മാരുടെയും അറബ് രാജാക്കന്മാരുടെയും മുന്നിൽ വിശിഷ്ടാതിഥിയായും ഇന്ത്യൻ പ്രതിനിധിയായും വളർന്നു വന്നത് അത്ഭുതകരം തന്നെയാണ്. റിയാദിലെ തടവറകൾക്കുള്ളിൽ കാന്തപുരത്തെ അടച്ചവർ പിന്നീട് പരവതാനി വിരിച്ച് ക്ഷണിക്കുന്നതും കവിത ചൊല്ലി ക്ഷമ ചോദിക്കുന്നതിനും കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് ലീഗ് വലിയ തോതിലാണ് പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട്. ലീഗും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്ത പാഠമാണിത്. 1989 തൊട്ട് ആദ്യത്തെ 10 കൊല്ലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് AP ഗ്രൂപ്പ് എല്ലാ നാട്ടുംപുറങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം. ചെയ്തു കാണിക്കാനാണ് പ്രയാസം. മൂക്കിന് താഴെ കാന്തപുരം വളരുന്നതിന്റെ അസൂയ തീക്കട്ടയെ തുണിയിൽ പൊതിഞ്ഞു വെക്കും പോലെ അത് നിങ്ങളെ നശിപ്പിക്കുകയുള്ളൂ. പടച്ച റബ്ബിനെയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമുള്ള ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് കാണാനുള്ള അല്പത്തരത്തെ ചരിത്രം സഹതാപം കൊണ്ട് അടയാളപ്പെടുത്തുമെന്നത് തീർച്ചയാണ്. അള്ളാഹു ആ തണൽ ദീർഘകാലം നിലനിർത്തി തരട്ടെ. ആമീൻ.